അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാരങ്ങ അച്ചാറാണ് കേട്ടോ. അതിന് കിട്ടിയിരിക്കുന്ന നാരങ്ങ ഇത് നമ്മുടെ നാടൻ നാരങ്ങ അല്ല. ഇത് നമ്മുടെ സാധാരണ ഞാൻ നാടൻ നാരങ്ങ കൊണ്ട് ഉണ്ടാക്കല് പൊതുവ്. ഇന്നിപ്പോൾ കിട്ടിയിരിക്കുന്ന ഇപ്പോൾ ഇങ്ങനത്തെ നാരങ്ങയാണ്. നമുക്ക് അച്ചാറിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങള് പച്ചമുളക്, ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഞാൻ രണ്ടായി കീറിയിട്ടുണ്ട്, കാരണം ഉള്ളിലേക്ക് ഇത്തിരി എരുമ്പുളിയൊക്കെ പിടിച്ച് കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ട്. പിന്നെ ഇത് അച്ചാർ പൊടി, മുളക് പൊടി, വലിയ 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതിന് ചെറുതാക്കിയിട്ട് അരിയണം. പിന്നെ കായം, മുളകും കടുകും, ഇത്തിരി വിനിഗർ വേണം, നല്ലെണ്ണ വേണം, ഉപ്പ് വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് അച്ചാറുണ്ടാക്കാൻ വേണ്ടത്. നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ നാരങ്ങയുടെ തോലൊന്ന് അവിഞ്ഞ് കിട്ടണം നമുക്ക്. അതിന് വേണ്ടിയിട്ട് ചിലർ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ആവി കയറ്റി എടുക്കും. പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്യണത്. ഞാനിതൊരു 10 മിനിറ്റ് തിളച്ച വെള്ളത്തിൽ ഇട്ട് വെക്കും. വെള്ളം തിളപ്പിക്കും, എന്നിട്ട് ഈ നാരങ്ങ ഇട്ടിട്ട് ഗ്യാസ് ഓഫ് ആക്കും. ആ ചൂട് വെള്ളത്തിൽ കിടന്നിട്ട് ഈ നാരങ്ങയുടെ തോലൊന്ന് സ്മൂത്ത് ആവും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ഈ നാരങ്ങ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം. ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇഞ്ചിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയും ചെയ്യാം. അപ്പം ഞാൻ എന്താ നാരങ്ങ ഇടാൻ പോവാണ് കേട്ടോ തിളച്ച വെള്ളത്തേക്ക്. തിളച്ച വെള്ളം ഒഴിക്കാൻ പോവാണേ. അപ്പം ഞാൻ തിളച്ച വെള്ളത്തിൽ നാരങ്ങ ഇട്ട് വെച്ചിട്ടുണ്ട്. ആ നാരങ്ങ ഒന്ന് പാകം വരുമ്പോഴത്തേക്ക് ഈ ഇഞ്ചി ഒന്ന് അരിഞ്ഞെടുക്കുക. ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കട്ടെ ഇഞ്ചി. അപ്പം നമ്മുടെ നാരങ്ങ 10 മിനിറ്റ് കഴിഞ്ഞു വെള്ളത്തിലിട്ട് വെച്ചിട്ട്. ഇപ്പം ശരിയായിട്ട് നമുക്കിനി അതൊന്ന് എടുത്തിട്ട് തുടയ്ക്കാം. ഒരു തുള്ളി വെള്ളം ഉണ്ടാവാൻ പാടില്ല. വെള്ളം ഇല്ലാണ്ട് തുടച്ചെടുക്കണം. നമുക്ക് തുടച്ചെടുക്കാം. തോല് സ്മൂത്തായി വന്നിട്ടുണ്ട്. ഒരുപാട് സ്മൂത്ത് ആവാനും പാടില്ല. ഇപ്പം പാകമായിട്ടുണ്ട്. നമുക്കിത് അരിഞ്ഞെടുക്കാം. നാരങ്ങ ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇപ്പോൾ ചെറുനാരങ്ങയുടെ തോലൊന്ന് വാടിയത് കാരണം നമുക്ക് അരിയാൻ നല്ല സുഖം ഉണ്ടാവില്ല. ഹാർഡായിരിക്കും അരിയാൻ. അപ്പോൾ നാരങ്ങ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ വെളുത്തുള്ളി, ഇഞ്ചി അത് അരിഞ്ഞെടുത്തിട്ടുണ്ട്, പച്ചമുളക് അരിഞ്ഞെടുത്തു, എല്ലാം ശരിയാക്കി എടുത്തു. ഇനി നമുക്ക് തുടങ്ങി. ചൂടായി. നമുക്ക് ഇനി അതിലേക്ക് എണ്ണ ഒഴിക്കാം. നമുക്ക് കടുകും മുളകും പൊട്ടിക്കണം. എനിക്ക് ഉലുവയും ഇഷ്ടമാണെന്നുണ്ടെന്ന് വെച്ചാൽ ഒരു ശേർ ഉലുവയും കൂടി ഇടാം. അപ്പോൾ അച്ചാറിന് നല്ലൊരു മണം ഉണ്ടാവും. ഈ നാരങ്ങ തന്നെ നമുക്ക് വേറൊരു വിധത്തിൽ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നത് ഈ നാരങ്ങ ഒന്ന് വാട്ടിയെടുക്കുക. എന്നിട്ട് അരിഞ്ഞെടുത്തിട്ട് അതിൽ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഒരു ശേരം സുർക്ക, ഉപ്പ് ഇത്ര ഇട്ടിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുലുക്കി എടുത്ത് വെക്കുക. എയർ കയറാണ്ട് ടൈറ്റായിട്ട് അടച്ചു വെക്കുക. ഇടയ്ക്ക് 2-3 ദിവസം കൂടുമ്പോൾ എടുത്ത് കുലുക്കി വെച്ച് കൊടുക്കണം. ഒരു 4-5 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അച്ചാറായിട്ട് ഉപയോഗിക്കാൻ പറ്റും നമുക്ക്. നമുക്കിനി കടുകിടാം. അപ്പോൾ കടുക് പൊട്ടി നമുക്ക് അതിലേക്ക് മുളകിടാം. ഇപ്പം അതാ കടുക് പൊട്ടി കഴിഞ്ഞു. നമുക്ക് ഇഞ്ചി ഇടാം. ഇഞ്ചി ഇട്ടു. ഇഞ്ചി ഒന്ന് ചൂടായിട്ട് വെളുത്തുള്ളി ഇട്ടാൽ മതി. കാരണം ഇഞ്ചിക്കും വെളുത്തുള്ളിക്കും രണ്ടും 2 മൂപ്പാണ്. അപ്പം ഇഞ്ചി ഒന്ന് ചൂടായി. അതിലേക്ക് നമുക്ക് മുളക് ഇട്ടു. നമുക്ക് വെളുത്തുള്ളിയും കൊട്ടാം. ഈ സമയത്ത് നമുക്ക് അച്ചാറിനുള്ള ഉപ്പിടാം. അപ്പോൾ ഉള്ളിയിലേക്കൊക്കെ നന്നായിട്ട് ഇത് പിടിച്ചോളും.
ഇനി നമ്മൾക്ക് അച്ചാർ പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് ഇളക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, അച്ചാറിന് ഭംഗി കിട്ടണമെന്ന് തോന്നുകയാണെങ്കിൽ. പക്ഷെ ഞാൻ മഞ്ഞൾപ്പൊടി ഇടാറില്ല, അച്ചാറിന് പ്രത്യേകം മഞ്ഞൾപ്പൊടി ഇടില്ല, അച്ചാർ പൊടിയിലുള്ള മഞ്ഞൾ തന്നെ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ ഇടാം. വെളുത്തുള്ളി എണ്ണയിൽ നല്ലോണം ചൂടായി. ഇനി നമുക്കിത് ഓഫാക്കി ഇടാം. ഓഫാക്കി ഇട്ടിട്ട് വേണം നമുക്ക് ഇതിലേക്ക് അച്ചാർ പൊടി കൊട്ടാൻ. കാരണം എന്താ വെച്ചാൽ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് അച്ചാർ പൊടി കരിയും. അതുകൊണ്ട് നമുക്കിത് ഓഫാക്കി ഇടാം. ഇനി ഓഫാക്കിയിട്ടു നമ്മൾ മുളക് പൊടി ഇട്ടു, കായം ഇട്ടു, അച്ചാർ പൊടി ഇട്ടു. നമുക്കൊന്ന് ഇളക്കാം. ഇതൊന്ന് ഇളക്കാം. കാരണം ഈ എണ്ണയിലുള്ള ചൂട് ഈ മസാലകളിലേക്ക് വരാൻ പാടുള്ളൂ. കാരണം വല്ലാണ്ട് മൂത്ത സ്വാദ് വരാൻ പാടില്ല അച്ചാറിനൊക്കെ. വെളുത്തുള്ളി ഒരുവിധം പാകമായപ്പോൾ അതിലേക്ക് നമ്മൾ മുളക് പൊടിയും കായപ്പൊടിയും അച്ചാർ പൊടിയും എല്ലാം ഇട്ടു. ഇനി ഇതിലേക്ക് തീ കത്തിക്കരുത്. ഈ ചൂടത്തേക്ക് നമ്മൾ നാരങ്ങ കൊട്ടണം. ഇതിലേക്ക് നമ്മൾ നാരങ്ങ കൊട്ടുകയാണ് കേട്ടോ. നാരങ്ങ കൊട്ടി നമ്മുടെ നാരങ്ങ ഒന്ന് കൂട്ടി ഇളക്കി കഴിഞ്ഞാൽ ഈ ചൂട് നാരങ്ങയിലേക്ക് തട്ടാൻ പാടുള്ളൂ. ഈ എണ്ണയുടെ ചൂട് നാരങ്ങയിലേക്ക് തട്ടാൻ പാടുള്ളൂ. അപ്പം നമ്മുടെ അച്ചാർ ശരിയായി. കൂട്ടി ഇളക്കി വെച്ചാൽ മതി. എന്നിട്ട് ഇത്തിരി സുർക്കയും കൂടി ഒഴിക്കാം. അപ്പം ഞാൻ 2 മിനിറ്റ് ഒന്ന് ആ ചീഞ്ചട്ടി ആ ചൂടെ തന്നെ വെച്ചിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. തീ കത്തിക്കണ്ട. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഇത്തിരി വിനീഗറും കൂടി ഒഴിക്കാം. കുറച്ച് മതി കേട്ടോ വിനീഗർ. മതി, ഇത്രയും മതി. നമ്മുടെ അച്ചാർ ശരിയായി. ഇനി ചൂടാറി കഴിഞ്ഞാൽ എടുത്ത് വയ്ക്കാം. 2 ദിവസം കഴിഞ്ഞാൽ നല്ല പാകമുള്ള അച്ചാറായിട്ട് നമുക്ക് കൂട്ടി തുടങ്ങാം. ഉപ്പും മുളകും എല്ലാം ഒപ്പം നന്നായിട്ട് പിടിച്ചാൽ 2 ദിവസത്തിന് ഉള്ളിൽ നമുക്ക് എടുക്കാം. ഇത് എയർടൈറ്റാക്കി അടച്ചു വെച്ചാൽ എത്ര നാൾ വേണിച്ചാൽ ഇരിക്കുകയും ചെയ്യും, കേട് വരാതിരിക്കും. ഇനി ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് പാത്രത്തിലാക്കി അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ നാരങ്ങ അച്ചാർ തണുത്തു. നമുക്കിനി അത് കുപ്പിയിലേക്ക് ആക്കാം. അപ്പം നമ്മളുടെ അച്ചാർ അതിലേക്കും ഇതിലേക്കും കൂടെ ഇത്രയും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അച്ചാർ 2 ദിവസം ഇരിക്കണത്. 2 ദിവസം ഇരുന്നാൽ നല്ല പാകമാവും. അപ്പം നമ്മൾക്ക് ഇത്രയും നാരങ്ങ അച്ചാർ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് 2 ദിവസം കഴിഞ്ഞാൽ നല്ല പാകം വരും. നമ്മൾക്ക് കൂട്ടി തുടങ്ങാം. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതുപോലെ ഇത് കണ്ടോ, നേരത്തെ നമ്മുടെ തക്കാളി അച്ചാർ ഇതുപോലെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇതിപ്പോൾ നല്ല ഉപ്പും മുളകൊക്കെ പിടിച്ച് നല്ല അസൽ അച്ചാറായി. നമുക്കിന്ന് ഇത് അടച്ചു വയ്ക്കാം. 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കൂട്ടാൻ പാകത്തിൽ എടുക്കാം. അപ്പം നമ്മളുടെ പഴയ അച്ചാറും പുതിയ അച്ചാറും 2 റെഡി. ഇത്രയും കിട്ടിയിരുന്നു നമുക്ക്. അപ്പം നിങ്ങളിത് ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കണം. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം വരാം. അസ്സലാമു അലൈക്കും.